السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وجنوده وجميع مشائخنا الرضوية والأزهرية الشالياتية والأمجدية وجميع المؤمنين. بسم الله الرحمن الرحيم. إن الدين عند الله الإسلام. صدق الله العظيم. قال رسول الله صلى الله عليه وسلم: الدين النصيحة. وقال الشيخ إبراهيم اللقاني رحمه الله في كتابه جوهرة التوحيد: وكل خير في اتباع من سلف وكل شر بابتداء من خلف. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം അംബിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാമിന്റെ വിശ്വാസം, ഖാത്തിമുൻ നബിയ്യീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾ മുഖേന അവിടുത്തെ സ്വഹാബത്ത്, താബഈൻ, താബഈനായി ഖിയാമത്ത് നാൾ വരെ വരുന്ന അഹ്ലുൽ ഹഖിന്റെ വിശ്വാസം, അതാണ് യഥാർത്ഥ വിശ്വാസം. ഇസ്ലാമിൻ്റെ വിശ്വാസം, സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസം. അതിൻ്റെ വിപരീതമുള്ളവർ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിപരീതമായി പ്രവർത്തിക്കുന്നവർ, വിശ്വസിക്കുന്നവർ, ഒന്നിരിക്കൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിശ്വാസവും ഉള്ളവരാണ്. അതിൽ ചിലർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാദമല്ലെങ്കിലും ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപമായ മഹാന്മാരുടെ സരണിയായ സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകുന്നവരാണ്. അങ്ങനെ പല വിധത്തിലുള്ള വിശ്വാസങ്ങൾ വിഷയത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുണ്ട്. വിശ്വസിക്കേണ്ടതും അംഗീകരിക്കേണ്ടതുമായ കാര്യങ്ങൾ, നാം വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അംഗീകരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അത് 4 വിധത്തിലാണ് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒന്ന്, ലറൂറിയാത്തുദ്ദീൻ, അതിൻ്റെ സുബൂത്ത്, അത് സ്ഥിരപ്പെട്ടിട്ടുള്ളത് പരിശുദ്ധ ഖുർആൻ, അതുപോലെ മുതവാത്തിറായ ഹദീസ്, അതുപോലെ ഇജ്മാ, ഖത്ഇയാത്തി ദലാലാത്ത്, വാദിഹാത്തുൽ ഇഫാദാത്ത്. ഖത്ഇയാത്തു ദലാലാത്ത്, വാദിഹത്തുൽ ഇഫാദാത്ത്, ഇങ്ങനെ ശരിയായ രൂപത്തിൽ സ്ഥിരപ്പെട്ട സംഗതികൾ. ഇങ്ങനെ ഈ വിധത്തിൽ പ്രമാണങ്ങളെ കൊണ്ട് സ്ഥിരപ്പെടുന്ന സംഗതിക്കാണ് ലറൂറിയാത്തുദ്ദീൻ. ഇതിലൊരു ശുബഹത്തിന്റെ ഒരു അവസരവും ഇതിൽ ഉണ്ടാവുകയില്ല. ഒരു തഅവീലിനും വഴിവെക്കാത്തതാണ് ലറൂറിയാത്തുദ്ദീൻ. ദീനിൽ മഅലൂമത്തായ, ദീനിൽ അറിയപ്പെട്ട ലറൂറിയാത്തുദ്ദീൻ, ഇതിനെ ഇൻകാർ ചെയ്താൽ, ഇതിനെ നിഷേധിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ബാത്തിലായ തഅവീലാത്ത്, ബാത്തിലായ ന്യായീകരണങ്ങൾ, അതെല്ലാം ബാത്തിലായ തഅവീലാത്തിൻ്റെ മുർത്തക്കിബ്, അത് പ്രവർത്തിക്കുന്ന ആള്, അവരും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയതായി കാണാം. രണ്ടാമത്തെ വിഷയം, ലറൂറിയാത്തു മദ്ഹബ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇത് സ്ഥിരപ്പെടാൻ, ഇതിൻ്റെ സുബൂത്തിന് ഖത്ഇയായ ദലീൽ വേണം. ഖത്ഇയായ ദലീൽ കൊണ്ടിട്ടാണ് ലറൂറിയാത്തു മദ്ഹബ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് സ്ഥിരപ്പെടുന്നത്. പക്ഷേ ഇവകൾ ഖത്ഇ സുബൂത്ത് ആകുന്നതിൽ ഒരു ചെറിയ ശുബഹത്ത് തഅവീലിന് ഇഹ്തിമാൽ ഉണ്ടാകും.
ഇതിനെ നിഷേധിച്ചാൽ, അതായത് ലറൂറിയാത്തു മദ്ഹബി അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിനെ നിഷേധിച്ചാൽ ഇസ്ലാമിനത് പുറത്തു പോവുകയില്ല. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൂല. മറിച്ച് ഇതിന് നിഷേധിക്കുന്ന ആള് മുബത്തദി, ബിദ്അത്തുകാരനാണ്, ളാലാണ്, പേച്ചവനാണ്, സുന്നത്ത് ജമാഅത്തിന് പുറത്താണ്. അതേപോലെ മൂന്നാമത്തെ വിഷയം സാബിതാത്തുൽ മുഹക്കമ. ഇതിൻ്റെ സുബൂത്ത്, ഇത് സ്ഥിരപ്പെടുത്തുന്നത് ലന്നിയായ ദലീൽ കൊണ്ടിട്ടാണ്. ലന്നിയായ ദലീൽ ഉണ്ടായാൽ മതി, അത് കാഫിയാണ്. അതിൻ്റെ മഫാദ് അക്ബർ, അതിൻ്റെ ജാനിബിൻ്റെ ഖിലാഫ് മത്റൂഹായിരിക്കും. മഫാദൊക്കെ വലിയതായിരിക്കും, അത് സ്ഥിരപ്പെട്ട സംഗതി വലിയതായിരിക്കും, അതിൻ്റെ ജാനിബ് ഖിലാഫുള്ളത് മത്റൂഹായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സുബൂത്തിൽ വേണ്ടിയിട്ട് സാബിതാത്തുൽ മുഹക്കമ സ്ഥിരപ്പെടാണ് ഹദീസ് ആഹാദ്, ഹദീസ് വാഹിദ് പറ്റും. സ്വഹിയായ ഹദീസോ ഹസനായ ഹദീസ്, അതുപോലെ സവാദുൽ ആലം ജുംഹൂറുൽ ഉലമാൻ്റെ ഖൗല്, അതും സനദിന് വാഫിയും കാഫിയാണ്, അത് മതിയാകും ഈ സാബിതാത്തുൽ മുഹക്കമക്ക്. ഫൈന്ന യദല്ലാഹി അലൽ ജമാഅ, ഇമാം നസായി റളിയല്ലാഹു അൻഹു ബാബു ഖത്ലി മൻ ഫാറഖൽ ജമാഅ 7-ാം വാല്യം 98-ൽ ഉദ്ധരിച്ച ആ നിലക്ക് ഫൈന്ന യദല്ലാഹി അലൽ ജുമാ, ഫൈന്ന യദല്ലാഹി അലൽ ജമാഅ, ജമാഅത്തിൻ്റെ മേലാണ് അള്ളാഹുവിൻ്റെ യദുള്ളത് എന്ന്. ഈ കാര്യം സാബിതാത്തുൽ മുഹക്കമ ലന്നിയായ ദലീല് കൊണ്ട് സ്ഥിരപ്പെട്ട ഈ സംഗതി സ്ഥിരപ്പെട്ടതിൻ്റെ ശേഷം, അംറ് വാദിഹായ ശേഷം അതിനെ ഒരാൾ നിഷേധിക്കുകയാണെങ്കിലോ അയാളെക്കുറിച്ച് ഇസ്ലാമിന് പുറത്തുനിന്നോ സുന്നത്ത് ജമാഅത്തിന് പുറത്തുനിന്നോ പേച്ചാളോ എന്ന് പറയാൻ പറ്റൂല. മറിച്ച് ഖാത്തിയും ആസിമാണ്, അവൻ തെറ്റ് ചെയ്ത ആളാണ്. ഇത്തരം ഒരു സവാദുൽ ആലമിൻ്റെയും ജുംഹൂറുൽ ഉലമയും അതുപോലെ ഇങ്ങനെ അഹാദീസുൽ ആഹാദ്, സ്വഹിയായ ഹദീസ്, ഹസനായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു സംഗതിയെ നിഷേധിക്കുമ്പോൾ അവൻ ആസിമാണ്, കുറ്റക്കാരനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാന്മാർ രേഖപ്പെടുത്തുന്നു. നാലാമത്തത് ലന്നിയാത്തു മുഹ്തമല. ഇതിൻ്റെ സുബൂത്തിന് ഒരു ലന്നിയായ ദലീൽ ലന്നി മതി. അതിൻ്റെ ജാനിബ് ഖിലാഫിന് വഴികളുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റിൽ അതിൻ്റെ ഖിലാഫിനിക്കും അതിനിക്കും വഴികളുണ്ട്. അതിനാൽ ഇതിനെ നിഷേധിച്ചാൽ അയാൾ ഖുസൂറുള്ള ആളാണ്, വീഴ്ച വരുത്തിയ ആളാണ് എന്ന് മാത്രം പറയാൻ പറ്റും. അതേ സ്ഥാനത്ത് അവൻ ദോഷിയാണെന്നോ അവൻ മുബത്തദിയാണെന്നോ ളാലോ കാഫിർ അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ഏതായാലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ രണ്ട് വിഭാഗം, അശ്അരിയത്ത്, മാതുരീദിയത്ത്. അശ്അരിയത്ത് എന്ന് പറയുന്നത് സ്വഹാബിയായ സയ്യിദുന അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ സന്താനപരമിൽപ്പെട്ട ഇമാമു അഹ്ലുസുന്ന അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു. അധിക ഷാഫികളും അശ്അരിയത്തിൻ്റെ ത്വരീഖിലാണുള്ളത്. രണ്ടാമത്തത് മാതുരീദിയത്ത്, സയ്യിദുന അബു അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ സന്താനപരമിൽപ്പെട്ട ഇമാമു അലമുൽ ഹുദ അബു മൻസൂറിൽ മാതുരീദി റളിയല്ലാഹു അൻഹു. അക്തറുൽ ഹനീഫിയത്ത് മാതുരീദി മദ്ഹബുകാരാണ്. ഏതായാലും അശ്അരിയത്ത് എന്ന് പറയുന്നത് മാതുരീദിയത്ത്, ചില സമയത്ത് അശാഇറത്ത് എന്ന പദം രണ്ട് വിഭാഗത്തെയും കൂട്ടി, അതായത് സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ച് പറയാറുണ്ട്. ചില സമയത്ത് അശാഇറത്ത്, മാതുരീദിയത്ത് അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഏതായാലും അശ്അരിയാക്കളും മാതുരീദിയത്തും ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 10-ാം വാല്യത്തിൽ മുബ്തദീന്റെ താരീഫ് പറഞ്ഞ സ്ഥലത്ത് അശ്അരി ഇമാം റളിയല്ലാഹുവിന്റെ അഖീദയിൽ ഖിലാഫുള്ള ആളും മാതുരീദി ഇമാം റളിയല്ലാഹുവിന്റെ അഖീദയിൽ ഖിലാഫുള്ള ആളാണ് മുബ്തദി എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തുഹ്ഫയിൽ രേഖപ്പെടുത്തതായി കാണാം. ഇമാം അഹ്മദുല്ലാഹ് ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി അവിടുത്തെ ലത്വായ നബവിയ ഫിൽ ഫതാവ റളിയയിൽ പല സ്ഥലത്തും വിശദീകരിച്ച സംഗതികൾ, പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ടവർ ഒരു സ്ഥലത്ത് പറയുന്നു, മസ്അലകൾ 3 വിധം. ഒന്ന് ലറൂറിയാത്തുദ്ദീൻ, രണ്ടാമത്തത് ലറൂറിയാത്തു അഖായിദി അഹ്ലിസുന്ന, മൂന്നാമത്തത് മസായിലുൽ മുഖ്തലിഫ ബൈന ഉലമായി അഹ്ലിസുന്ന. മഹാന്മാരൊക്കെ പഠിപ്പിച്ച വിഷയമാണിത്. ആല ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി വ്യക്തമായി
ഇത് എഴുതുകയും വിശദീകരിക്കുകയും ചെയ്തു. പല മഹാന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇത് സൂചിപ്പിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ലറൂറിയാത്തുദ്ദീന് അതിനെ നിഷേധിച്ച ആൾ, അതിൽ ഷാക്ക് സംശയിക്കുന്ന ആളും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിക്കുമ്പോൾ, ചീത്ത പറയുമ്പോൾ, നിസ്സാരപ്പെടുത്തുമ്പോഴുള്ള വിഷയം ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ഷിഫയിൽ പറഞ്ഞതുപോലെ, അതുപോലെ ദുർർ മുഖ്താർ, റദ്ദുൽ മുഖ്താറിലൊക്കെ ഇബ്നു ആബിദീൻ ഷാമി റഹിമഹുമുല്ലാ പോലത്തെ മഹാന്മാരൊക്കെ പറഞ്ഞതുപോലെ, അതുപോലെ മറ്റു പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയതുപോലെ മൻഷക്ക ഫി കുഫ്രിഹി ഫഖദ് കഫർ എന്ന വിഷയം വിശദമായിട്ട് അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ വിഷയം ലറൂറിയാത്തു അഖായിദി അഹ്ലി സുന്ന. ഇതിനെ ഇൻകാർ ചെയ്യുന്ന ആൾ മുബ്തദിയും ളാലിലാണ്. മൂന്നാമത്തെ വിഷയം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. ഉലമായിൻ്റെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം ഇഖ്തിലാഫ് ഉമ്മത്തി അല്ലെങ്കിൽ ഇഖ്തിലാഫ് ഉലമായി ഉമ്മത്തി റഹ്മത്തുൻ. ഉലമായിൻ്റെ ഇടയിലെ ഇഖ്തിലാഫ് റഹ്മത്താണ്. അതേ സ്ഥാനത്ത് ഉലമാക്കളുടെ അത് കറാമത്തും കൂടിയാണ്. അതേ സ്ഥാനത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാഇൻ്റെ ഇടയിലെ ഇഖ്തിലാഫാത്ത്, ഇവിടെ മുഖാലിഫിന് എതിരഭിപ്രായം പറഞ്ഞ ആളെ തക്ഫീറോ തളീലിലോ ഒരിക്കലും പറ്റില്ല. എന്നാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ഒന്നിരിക്കൽ തഹ്ഖീഖ് എന്ന നിലക്ക് തെളിവ് അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ തഖ്ലീദൻ, ഒരുപാട് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഭൂരിപക്ഷം പണ്ഡിതന്മാർ ഇങ്ങനെയാണ് ഉള്ളത് എന്ന അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഒന്നിനെ റാജിയാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് ഇതിന് എതിര് പറയുന്ന, മുഖാലിഫായി ഖിലാഫ് പറയുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചോ തക്ഫീറും തദ്ലീലും ഒരിക്കലും പറ്റില്ല എന്നതാണ് ഈ മൂന്നാമത്തെ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. ചിലപ്പോൾ ഒരേ മസ്അലയിൽ അതിൻ്റെ കോലങ്ങൾ നോക്കിയാൽ ഈ മൂന്ന് വിധം വിഷയങ്ങൾ ഉണ്ടാകും. വളരെ പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു വിഷയം, ഉദാഹരണം പറയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് യദ് ഐന് ഉണ്ട് എന്ന മസ്അല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഫത്ഹ് 10-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ യദുല്ലാഹി ഫൗഖ ഐദീഹിം. അതുപോലെ സൂറത്ത് ത്വാഹ 39-ൽ പറഞ്ഞു വലി തുസ്ന അല ഐനി. ഇവിടെ യദ് ഐന് എന്ന പദം അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞതാണ്. യദ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ജാരിഹത്ത് കയ്യ്, ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണ് എന്നാണ്. ഇപ്പം ആരെങ്കിലും പറയാണ് നമ്മുടെ കണ്ണ് എങ്ങനെയാണ്, നമ്മുടെ കൈ എങ്ങനെ, അതേപോലെ ശരീരത്തിൻ്റെ ഒരു ജുസ് ആണ് അള്ളാഹുവിനുള്ളത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള യദിനെ തൊട്ടും ഐനിനെ തൊട്ടും ശുദ്ധനാണ് എന്ന് വിശ്വസിക്കൽ ലറൂറിയാത്തുദ്ദീനിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിസ്മിനെ തൊട്ട് ശുദ്ധനാണ്. അപ്പോൾ ജിസ്മിൻ്റെ ജുസ്കളായ യദിനെ തൊട്ടും ഐനിനെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധനാണ് എന്ന് വിശ്വസിക്കൽ അത് ലറൂറിയാത്തുദ്ദീനാണ്. യദ് ഐനെ തൊട്ട് അല്ലാഹു ശുദ്ധനാകുക എന്ന് പറയുന്നത് അത് ലറൂറിയാത്തുദ്ദീനാണ്, ദീനിൽ നിഷേധിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ്. ഇനി ആരെങ്കിലും പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് യദ് ഐന് ഉണ്ട്, എന്നാൽ യദ് ഐനൊക്കെ ഉണ്ട് പക്ഷെ ജിസ്മന്നെയാണ്, എന്നാൽ മറ്റു അജ്സാം ലാക്കൽ അജ്സാം, മറ്റു ജിസ്മുകളെ പോലെ അല്ലെങ്കിൽ ജിസ്മുകളോട് മുഷാബഹത്തൊന്നുമില്ല, അതിനൊത്തൊരു ശുദ്ധനാണ്. സാധാരണ ജിസ്മുകളെ പോലെ ഒന്നല്ല, അള്ളാഹുവിനിക്ക് ലായിക്കായ ആ നിലക്കുള്ള യദ് ഐന് ജിസ്മാണ്, എന്നാൽ ലാക്കൽ അജ്സാമാണ്, അള്ളാഹുവിനിക്ക് ലായിക്കായ ജിസ്മാണ് എന്നൊക്കെ പറയുക. അങ്ങനെ പറയുമ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന് പറയാൻ പറ്റില്ല. കാരണം ലറൂറിയാത്തുദ്ദീൻ്റെ വിഷയമല്ല ഇത്, ലറൂറിയാത്തു അഖായിദി അഹ്ലി സുന്നയാണ്. അതുകൊണ്ട് ഇതിനെ നിഷേധിച്ചാൽ ഈ വിധത്തിൽ ലാക്കൽ അജ്സാം എന്ന് പറയലോടുകൂടെ ജിസ്മിൻ്റെ മുഷാബഹത്തൊന്നുമില്ലാതെ
ലായിഖായത് ഐന് അള്ളാഹുവിനിക്കുണ്ട് എന്ന് പറയൽ, അത് അങ്ങനെ വിശ്വസിക്കുന്ന ആൾ, അങ്ങനെ മനസ്സിലാക്കുന്ന ആൾ, അങ്ങനെ പറയുന്നവൻ അവൻ ളാലും മുബ്തദിയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല ജിസ്മിനെ തൊട്ടും ജിസ്മാനിയാത്തിനെ തൊട്ടൊക്കെ മുത്ലഖൻ ശുദ്ധനാണ് എന്നതാണ് ലറൂറിയാത്തു അഖായിദി അഹ്ലുസുന്ന. ലറൂറിയാത്തു അഖായിദി അഹ്ലുസുന്നയിൽ പെട്ടതാണ് അള്ളാഹു സുബ്ഹാനഹു തആല ജിസ്മിനെ തൊട്ടും ജിസ്മാനിയാത്തിനെ തൊട്ടൊക്കെ മുത്ലഖൻ ശുദ്ധനാണ് എന്ന് വിശ്വസിക്കുക. അതേ സ്ഥാനത്ത് ആരെങ്കിലും ഒരാൾ പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു തആലാക്ക് യദുണ്ട്, ഐനുണ്ട്, മുത്ലഖൻ ജിസ്മിയത്തിനകത്ത് ശുദ്ധനാണ്, ജിസ്മ് എന്ന് ഒരിക്കലും പറയുന്നില്ല, ജിസ്മി എന്നും പറയുന്നില്ല, ലായിഖാ ജിസ്മും പറയുന്നില്ല, കല്ലജിസാം എന്ന ജിസ്മ നിലക്ക് പറയുന്നില്ല. യദ് ഐൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആലാക്ക് ആ സിഫത്തുണ്ട്. അള്ളാഹുവിൻ്റെ സിഫാത്ത് ഖദീമയാണത്, അതിൻ്റെ യഥാർത്ഥം നമുക്കറിയില്ല എന്ന് പറയാം. അതിലൊരു തഅവീലോ ഒന്നും ചെയ്യില്ല. അതാണ് യഥാർത്ഥത്തിൽ സുന്നി സ്വഹീഹുൽ അഖീദയായ യഥാർത്ഥ മുസ്ലിം. എന്നാൽ ഇവിടെ രണ്ട് കാര്യമുണ്ട്. സലഫു സ്വാലിഹീങ്ങൾക്കും ഖലഫു സ്വാലിഹീങ്ങൾക്കും രണ്ട് മസ്ലക്ക്, രണ്ട് ത്വരീഖാണ് ഇതിലുള്ളത്. ഒന്ന് മസ്ലക്കു തഅവീല്, മറ്റൊന്ന് മസ്ലക്കു തഫ്വീദ്. അഹ്ലു തഫ്വീലിൻ്റെ ആളുകളും അഹ്ലു തഅവീലിൻ്റെ ആളുകളും ഇത് രണ്ടും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ പെട്ടവർ തന്നെയാണ്. ഈ ഖിലാഫ് പറയുമ്പോൾ അഹ്ലു തഫ്വീലിൻ്റെ ആളുകളെ അഹ്ലു തഅവീലിൻ്റെ ആളുകളെ തക്ഫീറാക്കുകയോ തളീലാക്കുകയോ ചെയ്യുകയില്ല. കാരണം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഇടയിലുള്ള ഉലമാഇൻ്റെ സലഫിൻ്റെയും ഖലഫിൻ്റെയും ഇടയിലുള്ള ഇഖ്തിലാഫാണിത്. എന്നാൽ സലഫു സ്വാലിഹീങ്ങൾ മസ്ലക്കു തഫ്വീലിനെയാണ് അവർ ഇഖ്തിയാർ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഖലഫു സ്വാലിഹീങ്ങൾ മുതഅഖിരീങ്ങൾ തഅവീലിനെയാണ് ഇഖ്തിയാർ ചെയ്തിട്ടത്. ഇതിൻ്റെ കാരണം കൊണ്ട് ആരും ളാലോ മുബ്തദിയോ ആവുകയില്ല. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആമന്നാ ബിഹി കുല്ലു മിൻ ഇൻദി റബ്ബിന, എല്ലാം അള്ളാഹുവിങ്കിൽ നിന്നാണ് എന്ന് നമ്മൾ വിശ്വസിച്ചു എന്ന് പരിപൂർണമായി വിശ്വസിച്ച് അള്ളാഹുവിലേക്ക് തഫ്വീദ് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് യദ് ഐന് എന്ന സിഫത്തുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ആ യദ് ഐന് എന്നതിലേക്ക് കൈ, കണ്ണ് എന്നൊക്കെ അർത്ഥം വെച്ചിട്ടോ, അല്ലെങ്കിൽ അത് ജിസ്മന്നെയാണ്, ലായിഖാ ജിസ്മാണ്, ലാക്കൽ അജ്സാം അല്ല, ലാക്കൽ അജ്സാം അതായത് ജിസ്മുകളെ പോലെയല്ല, അള്ളാഹുവിനിക്ക് ലായിഖാ ജിസ്മാണെന്ന് പറയുക, അങ്ങനെയും പറയാൻ പറ്റില്ല. ആ വിധത്തിൽ അള്ളാഹുവിനിക്ക് യദ് ഐന് എന്ന സിഫത്തുണ്ട്, ജിസ്മു അല്ല, ജിസ്മത്തിൽ തൊട്ട് മുത്ലഖൻ അള്ളാഹു ശുദ്ധനാണ് എന്ന് വിശ്വസിക്കലും പറയലോടുകൂടെ അള്ളാഹുവിനിക്ക് യദ് ഐൻ എന്ന സിഫത്തുണ്ടെന്ന് മാത്രം പറയുക. പക്ഷെ അതിൻ്റെ മഅനൊന്നും വെക്കാതിരിക്കുക. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹിലെ ഇൽജാമുൽ അവ്വാമിലും മറ്റു ഗ്രന്ഥങ്ങളിൽ ഇമാം റാസി പോലത്തെ മഹാന്മാരും മറ്റൊക്കെ രേഖപ്പെടുത്തിയതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല ജിസ്മ്, ജിസ്മാനിയാത്ത് അതിനെ തൊട്ട് അള്ളാഹു തആല ശുദ്ധനാണ്. അത് ലറൂറിയാത്തു അഖായിദി അഹ്ലുസുന്നത്തി വൽ ജമാഅ ആയ ജിസ്മ് ജിസ്മാനിയാത്തിന് മുത്ലഖൻ ശുദ്ധനാണ്. ലായിഖാ ജിസ്മ് എന്നും അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കലും പറയാൻ പറ്റില്ല എന്നതാണ്. എന്നാൽ മസ്ലക്കു തഅവീലിൻ്റെ ആളുകൾ ഇവിടെ പറയുന്നത് അള്ളാഹുവിൻ്റെ സിഫാത്ത് ഖദീമ, അതിൻ്റെ യഥാർത്ഥം നമുക്കറിയില്ല. അള്ളാഹുവിനിക്ക് യദ് ഐന് സിഫത്തുണ്ട്, അത് ജിസ്മു എന്നോ അല്ലെങ്കിൽ ജിസ്മുകളെ പോലെ എന്നോ ഒന്നും പറയില്ല. ജിസ്മിനോട് സാദൃശ്യപ്പെടുത്തിയിട്ട് ഒന്നും സംസാരമില്ല. അതിനെ തൊട്ടൊക്കെ അള്ളാഹു ശുദ്ധനാണ്. അതിനെക്കുറിച്ച് അർത്ഥം വെക്കാൻ പറ്റില്ല. അത് അതിൻ്റെ യഥാർത്ഥം യദ് എന്നതിക്ക് യദ് തന്നെ, ഐനിക്ക് ഐന്, വജ്ഹിനിക്ക് വജ്ഹ്, അങ്ങനെ തന്നെ അതിനെക്കുറിച്ച് വിശ്വസിക്കുക, അള്ളാഹുവിലേക്ക് തഫ്വീദ് ചെയ്യുക എന്നതാണ് സലഫു സ്വാലിഹീങ്ങളുടെ മദ്ഹബ്. എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ എതിരാളികൾ ഇവിടെ പല വിധത്തിലുള്ള അർത്ഥങ്ങളും, ലാഹിറിയായ അർത്ഥങ്ങൾ, ഇജ്റാഉൻ അലൽ ലാഹിർ എന്ന നിലക്ക് ലാഹിറായ അർത്ഥം വെക്കുമ്പോൾ ഖലഫു സ്വാലിഹീങ്ങളായ മുതഅഖിരീങ്ങൾ വജ്ഹിനിക്ക് ദാത്ത് എന്നും യദിനിക്ക് ഖുദ്റത്ത് എന്നും അങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ വെക്കും. അത് മുതഅഖിരീങ്ങളായ സലഫു സ്വാലിഹീങ്ങളുടെ ത്വരീഖാണ്. ഇവിടെ മസ്ലക്കു തഫ്വീലും മസ്ലക്കു തഅവീൽ ഇത് രണ്ടും സുന്നത്ത് ജമാഅത്തിൽ പെട്ടത് തന്നെയാണ് എന്ന് അള്ളാഹുവിൻ്റെ സിഫാത്തായ ഐന് യദിനെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അമ്പിയാക്കൾക്ക് ഔലിയാക്കൾക്ക് ഇൽമുൽ ഗൈബ്, ആ ഇൽമുൽ ഗൈബിനെ സംബന്ധിച്ചും ഇങ്ങനെ നമുക്ക് മൂന്ന് വിധം ചിന്തിക്കേണ്ടതുണ്ട്. ഇതറിയാത്തതിൻ്റെ പേരിൽ ഇന്ന് പല ഭാഗത്തിനും
ഹുസാമുൽ ഹറമൈൻ്റെ യഥാർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല അലാ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ മക്ക മദീനയുടെ 34ഓളം പണ്ഡിതന്മാരും, അതുപോലെ സവാരിമുൽ ഹിന്ദിയിലുള്ള 268ഓളം വരുന്ന പണ്ഡിതന്മാരും, ഈ മഹത്തുക്കൾ, ഈ മഹാന്മാർ, മാത്രമല്ല ഈ മഹാന്മാരൊക്കെ അംഗീകരിക്കുകയും തസ്ദീഖും തഖ്രീറും ചെയ്ത വിഷയങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇൽമുൽ ഗൈബിൻ്റെ ഈ 3 ഖിസ്മുകൾ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഒരു ഭാഗത്ത് മഹത്തുക്കളായ 300-ലേറെ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയ, അടുത്ത കാലഘട്ടത്തിൽ 500ഓളം പണ്ഡിതന്മാർ തസ്ദീഖും തഖ്രീറും ചെയ്ത ആ മഹത്തുക്കളായ മഹാന്മാരുടെ ഉസാമുൽ ഹറമൈൻ്റെ തഈദാത്ത്, തസ്ദീഖാത്ത് ജദീദ, അതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടതുപോലെ കഴിയില്ല ഈ 3 വിഷയം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ. മറ്റൊരു കാര്യം, ഈ 3 വിഷയം മനസ്സിലാക്കാത്തത് കൊണ്ട് പലരും തസല്ലുബ് പോയി ഷിദ്ദത്തിലേക്ക് എത്തുകയാണ്. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ വഅയ്യദഹും ബിറൂഹിൻ മിൻഹു. തസല്ലുബ് വേണം, പക്ഷേ ഷിദ്ദത്ത് പറ്റൂല. ഷിദ്ദത്തുള്ളവർ ഉഖ്റവി ഉലമാഇൻ്റെ അടയാളങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വായിൽ വന്നതെല്ലാം പറയുന്ന ഒരു സ്വഭാവമാണെന്നുണ്ടാകുക. വഇലൽ ഫതാവ ലാ യകൂനു മുസാരിഅ വയഖൂലു ഇസ്അൽ മൻ യകൂനു തഅഹുല. മഖ്ദൂമുൽ കബീർ സൈനുദ്ദീൻ ഫന്നാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അദ്കയിൽ പറഞ്ഞതുപോലെ ഉലമാഉൽ ആഖിറത്തിന്റെ സ്വഭാവമാണ് ഫട്ടാഫട്ട് ഫത്വ കൊടുക്കൂല, പെട്ടെന്ന് ഫത്വ കൊടുക്കുകയില്ല എന്നത്. ആ സ്വഭാവമാണ് ഉഖ്റബിയ ഉലമാഇന്റെ സ്വഭാവം. ഈ ലറൂറിയാത്തുദ്ദീനും ലറൂറിയാത്തു അഖായിദ് അഹ്ലുസുന്ന, അതുപോലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാഇന്റെ ഉള്ള മുഖ്തലിഫും ഫിയായ മസ്അലകൾ ഇതൊന്നും മനസ്സിലാക്കാത്തത് കൊണ്ട്, അഖായിദിലുള്ള ഉസൂലും ഫുറൂഉം മനസ്സിലാക്കാത്തത് കൊണ്ട് പല വിധത്തിലുള്ള വാക്കുകൾ സത്യത്തിൽ ഇസ്ലാം, സുന്നത്ത് ജമാഅത്ത്, ഇമാം അഹ്മദ് റളാ ഖാൻ റഹിമഹുല്ലയും ഇമാം ഷാലിയാത്തി റഹിമഹുല്ലയും എല്ലാം പഠിപ്പിച്ച ത്വരീഖ് അത് ഇഫ്രാത്തിനെ തൊട്ടും തഫ്രീത്തിനെ തൊട്ടും ശുദ്ധന. ഇഫ്രാത്തിനെ തൊട്ടും തഫ്രീത്തിനെ തൊട്ടും ശുദ്ധമായി വസത്തൻ ഉമ്മത്തം വസത്ത സവാദുൽ ആലം സിറാത്തും മുസ്തഖീം എന്ന റൂട്ടിലാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. അപ്പോൾ ഇൽമുൽ ഗൈബിനെ സംബന്ധിച്ചും 3 വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് ലറൂറിയാത്തുദ്ദീൻ, മറ്റൊന്ന് ലറൂറിയാത്തു അഖായിദ് അഹ്ലുസുന്ന, മറ്റൊന്ന് ഉലമാഉ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം. ലറൂറിയാത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആലിമും ബിദ്ദാത്ത്, സ്വയം അറിയുന്നവനാണ്. അവൻ അറിയിച്ചു കൊടുക്കാതെ ഒരു ഹർഫും തന്നെ ആരും അറിയില്ല. ഇത് ലറൂറിയാത്തുദ്ദീൻ, വിശ്വസിച്ചേ പറ്റൂ ഒരു മുസ്ലിമായ മനുഷ്യൻ. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അതുപോലെ മറ്റു അമ്പിയാക്കൾ അലൈഹിമുസ്സലാമിനിക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ചില ഇൽമുൽ ഗൈബ് നൽകിയിട്ടുണ്ട്. ഗുയൂബിന്റെ ഇൽമ് ബഅദ് നൽകിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കലും അതും ലറൂറിയാത്തുദ്ദീനാണ്. കാരണം അത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും നബി ആകണമെങ്കിൽ ഇങ്ങനെയുള്ള വിഷയം ആവശ്യമാണ്. നുബുവത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഇൻബാഉൻ അനിൽ ഗൈബ് എന്നൊക്കെ മറ്റും വിശദീകരണങ്ങൾ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റു അമ്പിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ചില ഗുയൂബിന്റെ ഇൽമ് നൽകിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കൽ അത് ലറൂറിയാത്തുദ്ദീനാണ്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമ് മറ്റുള്ളവരെക്കാളും കൂടുതലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമ് ഏറ്റവും കൂടുതലാണ്. മഖ്ലൂക്കിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഇൽമ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണുള്ളത്. മഖ്ലൂക്കിലെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആലിം ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മറ്റുള്ളവരുടെ ഇൽമുകളെക്കാളും കൂടുതൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമാണ്. അതല്ല ഇസ്മായിൽ ഹഖി റഹ്മത്തുള്ളാഹി പോലത്തെ മഹാന്മാർ നജ്മുദ്ദീൻ അൽ കുബ്ര റഹ്മത്തുള്ളാഹിയുടെ തഫ്സീറിൽ നിന്ന് ഉദ്ധരിച്ച് ഒരുപാട് സ്ഥലത്ത് റൂഹുൽ ബയാനിൽ പറഞ്ഞത്. അമ്പിയാക്കളെ ഇൽമ് നോക്കുമ്പോൾ അത് ഔലിയാക്കളുടെ ഇൽമു നോക്കുമ്പോൾ ഔലിയാക്കളുടെ ഇൽമ് സമുദ്രത്തിന്റെ ഒരു തുള്ളിയാണ്. അമ്പിയാക്കൾ ഇൽമു സമുദ്രമാണ്. അമ്പിയാക്കൾ ഇൽമു സമുദ്രമാണെങ്കിൽ അതിന്റെ തുള്ളികളാണ് ഔലിയാക്കളുടെ ഇൽമ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമു അത് സമുദ്രമാണെങ്കിൽ അതിന്റെ തുള്ളിയാണ് അമ്പിയാക്കളുടെ ഇൽമ്. ഫാഖൻ നബിയ്യിന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കർമി എന്ന് ഇമാം ബൂസരി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതുപോലെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമാണ് ഏറ്റവും കൂടുതലുള്ളത്. മറ്റുള്ളവരെക്കാളും കൂടുതൽ ഇൽമ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അതേ സ്ഥാനത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ എതിരാളികൾ വഹാബിയത്ത്, ദേവബന്ദിയത്ത്,
റഷീദ് അഹമ്മദ് ഗംഗോഹിയും അതുപോലെ ഖലീൽ അഹമ്മദ് അംബേഡ്വിയും ബറാഹിനെ ഖാത്വയിലൊക്കെ വിട്ട ഖുറാഫാത്ത് ഇബ്ലീസ് മൽഊന്റെ ഇൽമ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇൽമിനേക്കാളും വിശാലമാണുള്ളത് എന്ന കുഫ്രിയത്ത് ബറാഹിനെ ഖാത്വയിൽ കാണാം. എന്നാൽ ഇത് ലറൂറിയാത്തുദ്ദീനെ നിഷേധിക്കലാണ്. കാരണം ലറൂറിയാത്തുദ്ദീനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇൽമ് മറ്റുള്ളവരെക്കാളും കൂടുതലാണ് എന്നത് ലറൂറിയാത്തുദ്ദീനാണ്. മൂന്നാമത്തെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഖാസായ സിഫത്ത് ഖാസ ഇൽമ്, ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും ശരീക്കാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീക്കാക്കൽ ശിർക്കാണെങ്കിൽ ആ ശിർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ മാത്രമല്ല, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് മാത്രമല്ല, ഇബ്ലീസ് മൽഊനിനും ഒരിക്കലും ശരീക്കാക്കാൻ പറ്റൂല. ഇബ്ലീസ് മൽഊൻ അതിൽ ശരീക്കാവൂല. അങ്ങനെ വിശ്വസിക്കുന്നവൻ മുശ്രിക്കാണ്, കാഫിറാണ്, മൽഊനാണ്, ഇബ്ലീസിന്റെ ദുർറിയത്തിൽപ്പെട്ട ആളാണ് എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഇത് പറയാൻ കാരണം നേരത്തെ പറഞ്ഞ ബറാഹീൻ ഖാത്വയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇൽമിനേക്കാളും കൂടുതൽ ഇബ്ലീസിന്റെ ഇൽമ് നസ്സ് കൊണ്ട് സ്ഥിരപ്പെട്ടു എന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അള്ളാഹുവിന്റെ ഇൽമ് അത് സിഫത്ത് ഖാസ ഇൽമാണോ, അള്ളാഹുവിന്റെ ഇൽമ് സിഫത്ത് ഖാസ ഇൽമ്, അതിൽ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഒരു ശരീക്കുമില്ല. അത് അള്ളാഹിന്റെ ഇഷ്ടദാസന്മാരുമില്ല, ആരും അള്ളാഹുവിന്റെ ശരീക്കില്ല. വഹ്ദഹു ലാ ശരീക ലഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീക്കാക്കൽ ശിർക്കെന്നും അതേ ഇൽമ് ഇബ്ലീസിനെ സ്ഥിരപ്പെടുത്തുക എന്ന ദേവബന്ദി വഹാബിയത്ത് റഷീദ് അഹമ്മദ് ഗംഗോഹി, ഖലീൽ അഹമ്മദ് അംബേഡ്വി, ബറാഹീൻ ഖാത്വയിൽ പറഞ്ഞത് അത് ലറൂറിയാത്തുദ്ദീനെ നിഷേധിക്കുന്നതാണ്, അത് കുഫ്രിയത്ത് തന്നെയാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുപോലെ അഞ്ചാമത്തെ വിഷയം, സാധാരണ ആളുകൾക്കുള്ള ഇൽമുൽ ഗൈബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുമാസിലാക്കുക, തുല്യത പോലെ ആക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമ് മറ്റുള്ളവർക്കുമുണ്ട് എന്ന് പറയാം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്സാരപ്പെടുത്തലും വ്യക്തമായ കുഫർ തന്നെയാണ്. ഇത് പറയാൻ കാരണം ദേവബന്ദിയത്ത് വഹാബിയത്തിന്റെ ഒരു മൗലവി അഷ്റഫ് അലി ഥാൻവി ഹിഫ്സുൽ ഈമാൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞു, സയ്യിദിനിക്കും അംറിനിക്കും എല്ലാ കുട്ടികൾക്കും പിരാന്തന്മാർക്കും നാക്കാലികൾക്കൊക്കെ ഉണ്ടാകുന്ന ഇൽമുൽ ഗൈബ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഇൽമുൽ ഗൈബ് മുമാസിലാക്കിക്കൊണ്ടാണ് ഹിഫ്സുൽ ഈമാനിൽ അഷ്റഫ് അലി ഥാൻവി എഴുതിയിട്ടുള്ളത്. നഊദു ബില്ലാഹി മഅദല്ലാഹ്. അത് കുഫ്രിയത്ത് തന്നെയാണ്. അതുകൊണ്ടാ പറഞ്ഞത് മറ്റുള്ളവരുടെ ഇൽമ് ഗൈബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുമാസിലാക്ക, അത് ഒരിക്കലും പറ്റില്ല. അങ്ങനെ പറയൽ അത് ലറൂറിയാത്തുദ്ദീനെ നിഷേധിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസാരപ്പെടുത്തലും അത് വ്യക്തമായ കുഫ്റാണ്. ഈ 5 കാര്യങ്ങളാണ് ലറൂറിയാത്തുദ്ദീൻ. ഇതിനെ നിഷേധിക്കുന്നവൻ അല്ലെങ്കിൽ അതിന് കുറഞ്ഞ നിലക്കുള്ള ശക്ക്, മൻ ശക്ക ഫീ കുഫ്രിഹി വ അദാബിഹി ഫഖദ് കഫർ എന്ന് ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് ശിഫയിലും അതുപോലെ മറ്റു മഹാന്മാർ അഹ്ലുസുന്നത്തി വ ജമാഅത്തിന്റെ എതിരാളികളടക്കം അവരുടെ പുസ്തകങ്ങളിൽ പറഞ്ഞ മൻ ശക്ക ഫീ കുഫ്രിഹി വ അദാബിഹി ഫഖദ് കഫർ. ഹുസാമുൽ ഹറമൈൻ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിന് 4 മദ്ഹബിന്റെ പണ്ഡിതന്മാരും തസ്ദീഖ് എഴുതി. ആ തസ്ദീഖാത്തിലും തഖ്രീറാത്തിലും പല സ്ഥലത്തും കാണാം മൻ ശക്ക ഫീ കുഫ്രിഹി വ അദാബിഹി ഫഖദ് കഫർ, മൻ ശക്ക ഫീ കുഫ്രിഹി വ അദാബിഹി ഫഖദ് കഫർ, മൻ ശക്ക ഫീ കുഫ്രിഹി ഫഖദ് കഫർ. ഷാക്കിനെ സംബന്ധിച്ച് അതും ശരിയായി വെളിവായതിന്റെ ശേഷം, അറിഞ്ഞതിന്റെ ശേഷം ശക്ക് ചെയ്യുന്ന ആള് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സംഭവങ്ങളെല്ലാം ആ മഹത്തായ ഗ്രന്ഥങ്ങളിലെല്ലാം ഉണ്ട്. ഏതായാലും ഈ 5 വിഷയങ്ങൾ ലറൂറിയാത്തുദ്ദീൻ, ഒന്നാമത്തെ ഖിസ്മ് ലറൂറിയാത്തുദ്ദീൻ. ഇനി രണ്ടാമത്തെ വിഷയം ലറൂറിയാത്തു അഖായിദി അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇത് പ്രധാനമായി ഇൽമുൽ ഗൈബിന്റെ വിഷയത്തിൽ ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കൾ നഫഅനല്ലാഹു തആല ബറകാതിഹിം ഫിദ്ദാറൈൻ, അവർക്ക് ചില ഉലൂമുൽ ഗൈബ് അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുണ്ട്. അവർക്ക് ഉലൂമുൽ ഗൈബ് ഉണ്ടാകാം. പക്ഷെ ഉണ്ടാകുന്നത് മുർസലീങ്ങൾ അലൈഹിമുസ്സലാത്തു വസ്സലാമിന്റെ വാസിത്തയിൽ, പ്രവാചകന്മാരുടെ വാസിത്തയിൽ, അവരെ മദ്രത്തിയോടുകൂടെ അവരെ മുഖേനയാണ് ഔലിയാക്കൾക്ക് ഇൽമുൽ ഗൈബ്, ചില ഇൽമുൽ ഗൈബ് ലഭിക്കുന്നത്. കാരണം മുഅ്തസിലത്ത് ഖദറഹുമുല്ലാഹു തആല, മുഅ്തസിലത്ത് പ്രവാചകന്മാർ മുർസലീങ്ങൾക്ക് മാത്രമാണ് ഇത്ലാഉൽ ഗൈബ് അവർ വിശ്വസിക്കുന്നത്. അതേ സ്ഥാനത്ത് ഔലിയാക്കൾക്ക് ഉലൂമുൽ ഗൈബ് ഒന്നും കിട്ടില്ല എന്ന വാദമാണ് മുഅ്തസിലത്തിനുള്ളത്. മുഅ്തസിലത്ത് ളാലും മുബ്തദിയാണ്. കാരണം ഔലിയാക്കൾക്ക് കുറച്ച് ഉലൂമുൽ ഗൈബ് അംബിയാ മുർസലീങ്ങളുടെ വാസിത്തയിൽ അവരെ
തവസ്സുല് ലഭിക്കും എന്നത് ലറൂറിയാത്തു അഖായിദി അഹ്ലുസുന്നയാണ്. അതിനെ നിഷേധിക്കുന്ന ആൾ മുബ്തദിയും ളാലാണ്. അതിൽ രണ്ടാമത്തെ കാര്യം, അതായത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, അള്ളാഹുവിൻ്റെ മെഹബൂബീങ്ങൾ, പ്രത്യേകിച്ചും സയ്യിദുൽ മെഹബൂബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തആല അലൈഹി വഅലൈഹിം വസല്ലമ തസ്ലീമൻ കസീറൻ കസീറൻ കസീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗുയൂബുൽ ഖംസ സൂറത്തുൽ ലുഖ്മാന്റെ അവസാനത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ ഇന്നല്ലാഹ ഇൻദഹു ഇൽമു സഅ, അതുപോലെ മിഷ്കാത്ത് ഷരീഫിന്റെ ഖംസുൻ ലാ യഅലമുഹുന്ന ഇല്ലല്ലാഹ് എന്ന ഹദീസിൽ പറഞ്ഞ 5 കാര്യങ്ങൾ ഉലൂമുൽ ഗുയൂബ് ഖംസ എന്ന് പറയുന്ന, അതിൽ ഒരുപാട് ജുസ്ഉകൾ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് പ്രത്യേകിച്ചും സയ്യിദുൽ മെഹബൂബീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഗുയൂബ് ഖംസയിൽ ഒരുപാട് ജുസ്ഉകൾ നൽകിയിട്ടുണ്ട്. ഉലൂമുൽ ഖംസിൽ ഒരുപാട് ജുസ്ഉകൾ അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പ്രത്യേകിച്ചും നൽകിയിട്ടുണ്ട്, മറ്റു അമ്പിയാക്കൾക്കും. അവരുടെ വാസിതയിൽ മഹാന്മാർക്ക് കൊടുക്കുന്ന വിഷയം, അതായത് ഗുയൂബുൽ ഖംസയിൽ ഒരുപാട് ജുസ്ഇയാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കൽ അത് ലറൂറിയാത്തു അഖായിദി അഹ്ലി സുന്നത്തി വൽ ജമാഅയാണ്. ഉലൂമുൽ ഖംസയിൽ നിന്ന് ഒരു ഫർദിന്റെ 5-ൽ ഒരു ഫർദിന്റെ ഇൽമും ആർക്കും നൽകിയിട്ടില്ല എന്ന് പറയുന്നത് അത് ലറൂറിയാത്തു അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിനെ, ലറൂറിയാത്തു അഖായിദി അഹ്ലി സുന്ന നിഷേധിക്കലാണ്. കാരണം ആയിരക്കണക്കിന് ഹദീസുകൾ മുത്തവാത്തിറായിട്ട് തന്നെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉലൂമുൽ ഖംസയുടെ ഗുയൂബുൽ ഖംസയുടെ ഒരുപാട് ജുസ്ഉകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. ഇതിനെ നിഷേധിക്കലോ ആയിരക്കണക്കുള്ള ഈ മുത്തവാത്തിറത്തുൽ മഅനയായ ഹദീസുകളെ നിഷേധിക്കലാണ്. അതുകൊണ്ട് ആ നിഷേധിക്കുന്ന ആള് മുബ്തദിയാണ്, ഖാസിറാണ്. കാരണം ഇതെല്ലാം ലറൂറിയാത്തു അഖായിദി അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിനെ നിഷേധിക്കലാണ് എന്നതാണ്. അതിൽ മൂന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തഅയീനു വഖ്തിൽ ഖിയാമയുടെ ഇൽമ് ഉണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് ലറൂറിയാത്തു അഖായിദി അഹ്ലി സുന്ന, ഈ 2 കാര്യം. ആദ്യം പറഞ്ഞ 5 കാര്യം ലറൂറിയാത്തു ദീന്, പിന്നെ പറഞ്ഞ 2 കാര്യം അത് ലറൂറിയാത്തു അഖായിദി അഹ്ലി സുന്നത്തി വൽ ജമാഅ. ഇനി പറയാൻ പോകുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാഇന്റെ ഇടയിൽ ഇഖ്തിലാഫുള്ള വിഷയമാണ്. എന്നാൽ അതിൽ റാജിഹാക്കുന്ന ആൾക്കാർ തഹ്ഖീഖ നിലക്കും തഖ്ലീദ നിലക്കും തെളിവടിസ്ഥാനത്തിലും അല്ലെങ്കിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന നിലക്കും ചിലപ്പോൾ ഒന്നിനെ റാജിഹാക്കുന്നവരുണ്ട്. എന്നാൽ അതിൻ്റെ മുഖാലിഫിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ ലറൂറിയാത്ത് ദീനെ നിഷേധിക്കുന്ന ആളെ വിധിയോ അല്ലെങ്കിൽ ലറൂറിയാത്തു അഖായിദി അഹ്ലി സുന്ന നിഷേധിക്കുന്ന ആളെ വിധി, അതായത് കാഫിർ എന്നോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നോ മുബ്തദി ളാൽ എന്നോ പറയാൻ പറ്റില്ല, പറയുകയും ഇല്ല. അപ്പൊ ഈ കാര്യം ലറൂറിയാത്തു ദീനും ലറൂറിയാത്തു അഹ്ലി സുന്ന അഖായിദി അഹ്ലി സുന്ന അല്ലാത്ത സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന്റെ ഇടയിൽ ഇഖ്തിലാഫുള്ള വിഷയം. അതിൽ ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾക്ക് തഅയീനു വഖ്തിൽ ഖിയാമയുടെ ഇൽമു ലഭിച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാള് ഇന്ന സമയമാണ്, ഇന്ന ദിവസമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഹദീസ് ജിബ്രീൽ അലൈഹിസ്സലാം അറിയപ്പെട്ടതിലുണ്ടല്ലോ, മൽ മസ്ഊലു അൻഹാ ബിഅഅലം മിനസ്സാഇൽ, ചോദിക്കുന്ന ആളെക്കാളും ചോദിക്കപ്പെടുന്നവൻ കൂടുതൽ അറിയില്ല. അഅലമ ഇസ്മു തഫ്ലീലാണ്, അറിയില്ല എന്നല്ല എന്ന് പ്രത്യേകിച്ചും മഹാന്മാർ വിശദീകരിച്ചത് കാണാം. അതുപോലെ രണ്ടാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉലൂമുൽ ഖംസ ഗുയൂബുൽ ഖംസയുടെ എല്ലാ ജുസ്ഉകളും അല്ലാഹു അറിയിച്ചിട്ടുണ്ട്. ആദ്യം പറഞ്ഞ തഅയീനു വഖ്തിൽ ഖിയാമ, ഖിയാമത്ത് നാൾ ഇന്ന ദിവസമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട് എന്ന് ജുംഹൂർ അഹ്ലുസുന്ന മുഹഖിഖീങ്ങളായ ഉലമാ അഹ്ലുസുന്ന പറയുന്നു. എന്നാൽ ചില പണ്ഡിതന്മാർ അവിടെ അഭിപ്രായം പറയുന്നു, ഇന്ന ദിവസം ഖിയാമത്ത് നാളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു കൊടുത്തിട്ടില്ല. കാരണം ഗുയൂബുൽ ഖംസ ഉലൂമുൽ ഖംസയിൽപ്പെട്ട ഈ ഭാഗം ആണ്. അതുകൊണ്ട് കാമിലായി താമായിട്ട് കൊടുത്തിട്ടില്ല, അതിന്റെ ജുസിയാത്ത് കൊടുത്തിട്ടുണ്ട്, പല ജുസിയാത്ത് കൊടുത്തിട്ടെന്ന് വിശ്വസിക്കൽ അത് ലറൂറിയാത്തു അഖായിദി അഹ്ലി സുന്ന എന്ന് നേരത്തെ പറഞ്ഞു. ഖിയാമത്ത് നാൾ ഇന്ന ദിവസം എന്ന് അത് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് ജുംഹൂറും പറയുന്നത്, മുഹഖിഖീങ്ങളായ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ രണ്ടാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉലൂമുൽ ഖംസ ജുസിയാത്തു ഖംസ ഗുയൂബുൽ ഖംസയുടെ എല്ലാ ജുസ്ഉകളും
ഒന്നും ഒഴിവല്ല, എല്ലാം അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന്റെ ഇടയിൽ ഇഖ്തിലാഫ് മുഹഖിഖീങ്ങളായ ആശിഖീങ്ങളായ മഹത്തുക്കൾ ഇത് സ്ഥിരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഴുവൻ ജുസുകൾ ഉലൂമുൽ ഖംസയുടെ എല്ലാ ജുസുകളും ഒരു ഇസ്തിസ്നയുമില്ല, എല്ലാം അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് സ്വാവി പോലത്തെ തഫ്സീറിലും അതുപോലെ ആല ഹസ്രത്ത് ഇമാം മുഹമ്മദ് റസാ ഖാൻ ബറീൽവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് എഴുതിയ ഗ്രന്ഥങ്ങൾ അദ്ദൗലത്തുൽ മക്കിയ ബിൽ മാദത്തുൽ ഗൈബിയ തുടങ്ങിയ ഗ്രന്ഥങ്ങളെല്ലാം വിശദമായി പറഞ്ഞത്, ഒരുപാട് ആരിഫീങ്ങളായ മഹത്തുക്കളെല്ലാം രേഖപ്പെടുത്തിയത്, മുഫസ്സിരീങ്ങളൊക്കെ രേഖപ്പെടുത്തിയത് ഈ ത്വരീഖ് അടിസ്ഥാനത്തിലാണ്. ഇവിടെ അഞ്ചാമത്തെ കാര്യം, മൂന്നാമത്തെ കാര്യം പറയുന്നത് കലമിൽ എഴുതപ്പെട്ടത്, ലൗഹിൽ എഴുതപ്പെട്ടത്. കലമിന്റെ മക്നൂനാത്തും ലൗഹിന്റെ മക്തൂബാത്തും എല്ലാം തുടക്കം മുതൽ അവസാനം വരെ, അതായത് മാ കാനവമായ കൂൻ, കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതും അതെല്ലാം ലൗഹുൽ മഹ്ഫൂദിൽ മുന്തരിജാണ്, അതിൽ ഉള്ള വിഷയമാണ്. ഇതിനേക്കാളും ഒരുപാട് കൂടുതൽ ഇൽമുകൾ, കൂടുതൽ ഇൽമെന്ന് പറയുമ്പോൾ ഖിയാമത്ത് നാളുടെ ശേഷം സംഭവിക്കാൻ പോകുന്ന, അതുപോലെ ഉലൂമുൽ ഖംസന്റെ ജുംല ഫർദുകൾ, മൊത്തം ഫർദുകൾ എല്ലാം ദാഖിലാണ്. മാത്രമല്ല ഖിയാമത്ത് നാളിൽ അല്ലാത്ത ഈ 5 കാര്യങ്ങളും അതിൽ പെട്ടിട്ടുണ്ട്. അതുപോലെ ഖിയാമത്ത് നാളിൽ അതിൻ്റെ തഈന് വഖത്ത് അതെല്ലാം ലൗഹുൽ ദർജാണ്. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്നതാണ് മുഹഖിഖീങ്ങളായ മഹത്തുക്കൾ പറയുന്നത്. അവിടെ നാലാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹഖീഖത്തുർ റൂഹ് വയസ്അലൂനക അനി റൂഹ്, റൂഹിനെ കുറിച്ച് ചോദ്യം. റൂഹിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ടോ? അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് മുഹഖിഖീങ്ങളായ ഉശാഖു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയ മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തിയത്. ഒരുപാട് മഹത്തുക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹഖീഖത്തുർ റൂഹ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ അഞ്ചാമത്തെ വിഷയം പരിശുദ്ധ ഖുർആന്റെ മുതശാബിഹാത്ത്. പരിശുദ്ധ ഖുർആൻ ഷരീഫിന്റെ മുതശാബിഹാത്തിന്റെ ഇൽമ്, അതും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആന്റെ മുതശാബിഹാത്തായ വിഷയങ്ങൾ ചില മുഫസ്സിരീങ്ങൾ അല്ലാഹു അലമി മുറാദിഹി, അവിടെ അള്ളാഹുവിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടയിലെ സിറാണ്, ആ സിറ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് മുഫസ്സിരീങ്ങളൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും ബഹുമാനപ്പെട്ട ആല ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദൗലത്തുൽ മക്കിയ ബിൽ മാദത്തുൽ ഗൈബിയ, മക്കയുടെയും മദീനയുടെ ഒരുപാട് പണ്ഡിതന്മാർ തസ്ദീഖ് ചെയ്ത, തഖ്രീർ എഴുതിയ, ഔദാരിക എഴുതിയ ഇമാം ഷർവാനി റഹിമഹുല്ലാന്റെ ശിഷ്യന്മാരും, ഇയാനത്തിന്റെ മുസന്നിഫ് സാഹിബുൽ ഇയാനത്ത് സയ്യിദ് ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി അബുക്കർ ദിമിയാത്തി റഹിമഹുല്ലാന്റെ ശിഷ്യന്മാരും, അതുപോലെ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി പോലത്തെ മഹാരഥന്മാരെല്ലാം ഔദാരിക എഴുതിയ മഹത്തായ ഗ്രന്ഥമാണ് അദ്ദൗലത്തുൽ മക്കിയ ബിൽ മാദത്തുൽ ഗൈബിയ. ആല ഹസ്രത്ത് റഹ്മത്തുള്ളാഹി 8 മണിക്കൂർ കൊണ്ട് എഴുതിയ മഹത്തായ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ ഇതെല്ലാം സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അവ ചുരുക്കി പറയുകയാണെങ്കിൽ, ആദ്യം പറഞ്ഞ 5 വിഷയം ലറൂറിയാത്തുദ്ദീൻ, അതിന് നിഷേധിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. പിന്നെ പറഞ്ഞ 2 കാര്യം, അത് ലറൂറിയാത്തു അഖായിദ് അഹ്ലി സുന്നത്തി വൽ ജമാഅ, അതിന് നിഷേധിച്ചാൽ ഇസ്ലാമിന് പുറത്തു പോകൂല. എന്നാൽ മുബ്തദിയും ളാലും പേച്ചവനാണ്, ബിദ്അത്തുകാരനാണ്, സുന്നത്ത് ജമാഅത്തിന് പുറത്താണ്. പിന്നെ പറഞ്ഞ 5 കാര്യങ്ങൾ, ആ 5 കാര്യങ്ങൾ അത് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന്റെ ഇടയിൽ ഇഖ്തിലാഫാണ്. എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വലിയ വലിയ മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാർ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തിക്കൊണ്ടിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ 5 മസ്അലകൾ, മൂന്നാമത്തെ ഖിസ്മ്, അതായത് സാബിത്താത്തുൽ മുഹക്കമ, മുമ്പ് സൂചിപ്പിച്ചതുപോലെ അതിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാ തന്നെ ഇഖ്തിലാഫുള്ള വിഷയമാണ്. അതുകൊണ്ട് ഇവിടെ മുസ്ബത്ത് നാഫിനെ കുറിച്ച് കുഫ്ർ എന്നോ ദലാല് ഫിസ്ഖ് എന്നൊന്നും വിധിക്കാൻ പറ്റില്ല. ആദ്യം പറഞ്ഞ 7 മസ്അലകൾ, പിന്നെ ഈ 5 മസ്അലകൾ, വഹാബിയത്തിന് എല്ലാത്തിനും ഒരു ഇൻകാർ ഉണ്ടാകും. വഹാബിയത്തിന്റെ ശൈലി ഇൻകാർ ചെയ്യുമ്പോൾ നാം സൂക്ഷിക്കേണ്ടതുമുണ്ട്. അതേ സ്ഥാനത്ത്
ഉസൂൽ അടിസ്ഥാനത്തിൽ ആദ്യമായി പറഞ്ഞത് ലറൂറിയാത്തുദ്ദീനാണ്, രണ്ടാമതായി പറഞ്ഞത് ലറൂറിയാത്തു അഖായിദ് അഹ്ലി സുന്നയാണ്, മൂന്നാമതായി പറഞ്ഞ സുന്നത്തെ ജമാഅത്തിന്റെ ഉലമായുടെ ഇഖ്തിലാഫാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇന്ന ദിവസം ഖിയാമത്ത് നാളെന്ന ഇൽമു ഉണ്ട് എന്ന് ആലാ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹാരഥന്മാർ, ഇമാം സാബി പോലത്തെ മഹാരഥന്മാർ എല്ലാം വിശദീകരിച്ചപ്പോൾ, പ്രത്യേകിച്ചും ചില പണ്ഡിതന്മാർ ചില ഗ്രന്ഥങ്ങൾ, ഇമാം സയ്യിദ് ബർസഞ്ചി റഹിമഹുല്ല പോലത്തെ മഹാരഥന്മാർ ചില അഭിപ്രായങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിലേക്ക് എഴുതിയിട്ടുണ്ട്. ഇത് കണ്ട് ചില ആളുകൾ ബർസഞ്ചി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഹുസാമുൽ ഹറമൈനെ അംഗീകരിച്ചുകൊണ്ട് തസ്ദീഖ് തഖ്രീർ എഴുതി വലിയ ഒരു റിസാല പോലെ തന്നെ അവതാരിക എഴുതിയ മഹാനാണ് ഇമാം ബർസഞ്ചി റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഇമാം ബർസഞ്ചി തങ്ങൾ ഇതിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട് എന്ന വാദം ദേവബന്ദിയത്ത്, വഹാബിയത്ത് ചില ആളുകൾ, അതുപോലെ അവർക്ക് കോണി വെച്ച് കൊടുക്കുന്ന ചില ആളുകളും പറയാറുണ്ട്. എന്നാൽ ബർസഞ്ചി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തഈൻ വഖ്തുൽ ഖിയാമയുടെ ഇൽമു ഉണ്ട് എന്ന് ചില ജുംഹൂർ മഹാന്മാർ പറഞ്ഞതിന് ബർസഞ്ചി ഇമാം റഹിമഹുല്ലാഹ് തന്റെ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിയാമത്ത് നാൾ ഇന്ന ദിവസം ഉണ്ട് എന്ന ഇൽമിനെ സംബന്ധിച്ചാണ് ബർസഞ്ചി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഗ്രന്ഥം എഴുതിയത്. അതല്ലാതെ ഹുസാമുൽ ഹറമൈന് തൊട്ട് റുജൂ ചെയ്തിട്ട് മടങ്ങിയിട്ട് അതിന് വിപരീതം ബർസഞ്ചി ഇമാം ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന് സാന്ദർഭികമായി ഈ കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കാൻ, ഇസ്തിഖാമത്തോട് നിൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അജിബുത്തു ലിമൻ തലബൽ ഫുസൂല വ തറക്കൽ ഉസൂല, ഉസൂലിയായ അടിസ്ഥാനം ഒഴിവാക്കി വരും ഫുസൂല് മാത്രം പറയുന്നത് അത്ഭുതകരം എന്ന് മഹാന്മാരൊക്കെ പറഞ്ഞതുപോലെ ഇന്ന് നാം പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടത് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മഅമൂലാത്തു അഹ്ലി സുന്നയിൽ മാത്രം ഒതുക്കരുത്. മീലാദ് ഷരീഫ്, ഉറൂസ് മുബാറക്ക്, ഇസ്തിഗാസ, തറാവി 20 റക്അത്ത്, തൽഖീന്, നിസ്കാര ശേഷമുള്ള പ്രാർത്ഥന ഇത് മാത്രമാണെന്ന് വിചാരിക്കരുത്. ഇതും നമ്മുടെ മുൻഗാമികളാ മഹാന്മാർ പരിശുദ്ധ ഖുർആൻ ഹദീസിന്റെ വെളിച്ചത്തിൽ, അയിമത്തിന്റെ അഖ്വാലിന്റെ വെളിച്ചത്തിൽ സ്ഥിരപ്പെടുത്തിയ സംഗതികളാണ്. എന്നാൽ ഇതിനേക്കാളും പ്രധാനപ്പെട്ടത് ലറൂറിയാത്തുദ്ദീൻ, അതുപോലെ ലറൂറിയാത്തു അഖായിദ് അഹ്ലി സുന്ന, അഖായിദിൽ ഉസൂലും ഫുറൂഉം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ധാരാളം ഉണ്ട് എന്നും മനസ്സിലാക്കുകയും അത് പഠനം നടത്തുകയും വേണമെന്ന് ഈ ദിറാസത്തുൽ അസ്ഹറിയയിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സുന്നത്ത് ജമാഅത്തിന്റെ അഖായിദ് ധാരാളം പഠിക്കാനും മനസ്സിലാക്കാനും അത് പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.